ഓട്ടെ രാഹുൽ, ഞാനൊന്ന് രാഹുലിലേക്ക് പോയിട്ട് വരാം. അജീഷ്, രാഹുലെ, ഇപ്പൊ അജീഷ് പറയുന്നതിൽ വളരെ വൈകാരികമായിട്ടാണ് അജീഷ് പ്രതികരിക്കുന്നത്. നിലവിൽ കോടതിയുടെ എന്തെങ്കിലും ഒരു തടസ്സം ഈ കേസിലുണ്ടോ? അതാണോ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് വിട്ടുകൊടുക്കാതിരിക്കുന്നത്? 500 രൂപയുടെ പെറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ രക്തം തിളയ്ക്കും. 5 വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ അത്ഭുതകരമായ കാര്യം. ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ വനംവകുപ്പ് മന്ത്രിയോ ഒന്നും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്നു. ഇതൊരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിലും പെട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് നിവൃത്തിയേടുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണത്തിൽ അജീഷ് ഇറങ്ങിത്തിരിച്ചത്. രാഹുൽ എന്താ മനസ്സിലാക്കുന്നത് അവരോട് ചോദിച്ചപ്പോൾ? രാഹുൽ, ഡോക്ടർ അരുൺ, ആ കേസിന്റെ സമ്മറി നമ്മുടെ കയ്യിലുണ്ട്. ആ കേസിന്റെ സമ്മറിയിൽ പറയുന്നത്, അതായത് ഈ കൈവശ ഭൂമിയിൽ ഇദ്ദേഹം വീടിന്റെ പരത്തറ വലിക്കുകയാണ്. ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് അതായത് 500 രൂപ അല്ലെങ്കിൽ 700 രൂപയുടെ വിറക് സർക്കാരിലേക്ക് ലഭിക്കേണ്ടതായിരുന്നു. ആ 700 രൂപയുടെ നഷ്ടം സർക്കാരിന് സംഭവിച്ചു എന്നതാണ് ഈ കേസിന്റെ സമ്മറി വായിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലം 700 രൂപ ആണ് സർക്കാരിന് നഷ്ടം വന്നിരിക്കുന്നത്. ആ 700 രൂപയ്ക്ക് പകരം 7000 രൂപ പിഴയടയ്ക്കാൻ ഈ അജീഷ് റെഡിയാണ്. 70,000 രൂപ വേണമെങ്കിലും പിഴയടയ്ക്കാൻ അജീഷ് തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് ഈ 35 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനം വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കേവലം ഈ പറയുന്ന സ്ഥലം കൈവശ ഭൂമിയാണ്, അല്ലെങ്കിൽ വനംവകുപ്പ് പറയുന്ന പോലെ റിസർവ് ഭൂമിയാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെയാണ് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്, അതേ സ്ഥലത്ത് തന്നെയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്നത്, അതേ സ്ഥലത്തു കൂടിയാണ് ഈ കാണുന്ന റോഡ് കടന്നു പോകുന്നത്. ഈ കഞ്ഞിക്കുഴിയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ വനംവകുപ്പ് പറയുന്ന റിസർവ് ഭൂമിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇതിനൊന്നും കുഴപ്പമില്ലേ എന്നതാണ് അജീഷ് ചോദിക്കുന്ന മാന്യമായിട്ടുള്ള കാര്യം. നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അജീഷ് ചോദിക്കുന്ന ആ ചോദ്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഒരു പ്രത്യേക സാഹചര്യമാണ്, ഒരു പ്രത്യേക കേസാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുകയും ചെയ്യുന്നത്. കേവലം 500 അല്ലെങ്കിൽ 700 രൂപ പിഴയടക്കേണ്ട ഒരു കേസിലാണ് 40 ലക്ഷം രൂപയുള്ള ചോര നീരാക്കി പണിതുണ്ടാക്കിയ ഒരു വാഹനം കാട് കയറി നശിക്കുകയും ചെയ്യുന്നത്. അതിലെടുത്തു പറയേണ്ട കാര്യം, 5 വർഷമായി നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ആ വാഹനം കിടക്കുന്നത്. ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ വന്ന ശേഷം ആ വാഹനത്തിന്റെ ചില്ലും എറിഞ്ഞു തകർത്തിട്ടുണ്ട്. എന്ത് മാനസികാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ളത് എന്നാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും അജീഷിനെതിരെയുള്ള കേസിന്റെ വകുപ്പ് പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജീഷിനെതിരെ എന്താണ് വനംവകുപ്പിന്റെ പരാതി? ഈ പറയുന്ന സർക്കാരിലേക്ക് കിട്ടേണ്ട 700 രൂപയുടെ വിറക് കിട്ടിയില്ല, ഇയാൾ കാരണം, അജീഷിന്റെ JCB കാരണം എന്നുള്ളതാണോ വനംവകുപ്പിന്റെ പരാതി? നമുക്ക് അജീഷിന്റെ കൂടെ ഈ നിയമ പോരാട്ടങ്ങൾക്ക് എന്താണ് അജീഷിന്റെ മേൽ വനംവകുപ്പ് ചുമത്തിയിരിക്കുന്ന കേസ്? റിസർവ് ഫോറസ്റ്റിൽ കയറി പാഴ്മരങ്ങൾ 3 മാന്തി എന്നുള്ളതാണ് അജീഷിനെതിരെയുള്ള കേസ്. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ റിസർവ് ഫോറസ്റ്റിന്റെ അവസ്ഥ കണ്ടല്ലോ. 950-കൾ മുതൽ ഇവിടെ ആളുകൾ താമസിക്കുന്നത് ഈ പ്രദേശത്തല്ലാതെ. ഇത് കഞ്ഞിക്കുഴി വില്ലേജിലെ 47, 48, 46 3 ബ്ലോക്കാണ് കഞ്ഞിക്കുഴി വില്ലേജിലുള്ളത്. ഈ 3 ബ്ലോക്കുകളിലും പട്ടയം കൊടുക്കാനുള്ള സർക്കാർ ഉത്തരവുണ്ട്. പട്ടയം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇനിയും കിട്ടാനുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളുടെ കുഴപ്പമല്ല. ആ സ്ഥലത്ത് ഒരു പെരത്തറ, പഴയ പെരത്തറ ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റി പുതുക്കി പണിയാൻ വേണ്ടി പുതിയ പെരത്തറ പണിതപ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നതും ഫോറസ്റ്റുകാർ വന്ന് കേസെടുക്കുന്നതും. അപ്പോൾ ഈ JCBക്കാരൻ അറിയത്തില്ല എന്ത് വകുപ്പാണെന്ന് JCBക്കാരൻ അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അറിയുന്നത് റിസർവ് ഫോറസ്റ്റിൽ കയറി മണ്ണിളക്കി എന്നുള്ളതാണ് കുറ്റം. അങ്ങനെ റിസർവ് ഫോറസ്റ്റ് എന്ന് അവർ പറയുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കഞ്ഞിക്കുഴിയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. അതെ, കഞ്ഞിക്കുഴിയിലല്ല, നമ്മുടെ ഇടുക്കി കളക്ടറേറ്റ് മുതലുള്ള എല്ലാ സ്ഥലങ്ങളും ഇരിക്കുന്ന ഈ റിസർവ് ഫോറസ്റ്റിലാണ്. അതിനകത്ത് മറ്റൊരു തമാശ എന്ന് പറയുന്നത്, ഈ ഫോറസ്റ്റുകാർ തന്നെ കാണിച്ചിരിക്കുന്ന തമാശ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആദ്യമേ റിസർവ് ഫോറസ്റ്റിൽ നിന്നും തൊട്ട് താഴെ ആ ഒരു പേജിൽ തന്നെ മഹസറിൽ കാണിക്കുന്നുണ്ട് കൈവശ വനഭൂമി. കൈവശ വനഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാർ പട്ടയം കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. ബാക്കി ചുറ്റുപാടുള്ള സ്ഥലത്തെല്ലാം പട്ടയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരുന്ന വഴിക്ക് അപ്പുറം ഇപ്പുറം എല്ലാം പട്ടയമുണ്ട്. ഈ പട്ടയങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന പട്ടയം കിട്ടാനുള്ള ഒരു സ്ഥലത്താണ് ഈ പെരത്തറ മാന്തുകയും അതിന്റെ പേരിൽ JCB കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി രാഹുൽ ചോദിച്ചോട്ടെ, ഈ പാഴ്ത്തടിയാണോ ഇളക്കി മറിച്ചിട്ടത്, അതല്ല വല്ല ചന്ദനോ ഈട്ടിയോ തേക്കോ അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയാണോ? അത് അജീഷ് വല്ലതും എടുത്തോണ്ട് പോയോ? സാധാരണ നമ്മൾ ഇടുക്കിയിലൊക്കെ വിറക് എന്ന് പറയുന്ന സാധാരണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക് പാഴ്മരം തന്നെയാണ്. എന്തൊക്കെ മരമായിരുന്നു കേട്ടത്? അത് കശുമാവ്, പേഴ്, അങ്ങനെ നമ്മുടെ ചുമ്മാ ഉണ്ടായി വരുന്ന 2-3 മരങ്ങൾ. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ഈ കേസെടുക്കാൻ 500 രൂപ പിഴ എന്നുള്ളതല്ല, ഈ കേസെടുക്കാൻ പോലും ഫോറസ്റ്റുകാർക്ക് അവകാശമില്ല. കാരണം വനത്തിൽ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ.
ഇത് കൈവശ ഭൂമിയിലും പട്ടയത്തിലും ഒന്നാണ് ഇവർ കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 500 രൂപ പിഴ എന്നുള്ളതല്ല, ഇവർ അന്യായമായിട്ട്, അതായത് ഇവിടുത്തെ ജനത്തെ ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം. അതിനകത്ത് മുൻപിൽ നിൽക്കുന്ന ജി സന്തോഷ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ്. ആ കാലയളവിൽ, അദ്ദേഹത്തിന്റെ കാലയളവിൽ 60 കേസാണ് ഇവിടെ ഈ കൈവശ ഭൂമിയിലും പട്ടയത്തിലുമായിട്ട് അതായത് എടുത്തിരിക്കുന്നത്. ഫുഡ് സർവീസ് സെന്ററിങ് കിട്ടിയിട്ടുണ്ട്. ഈ സർക്കാരിനെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ആ മാന്തിയ ആ സ്ഥലത്തുണ്ടായിരുന്ന ഈ പാഴ്മര അവിടെ തന്നെ ഇട്ടിട്ടല്ലേ പോയത്? അജീഷ് വീട്ടിലെടുത്തോണ്ട് പോയിട്ടൊന്നുമില്ലല്ലോ. സാധാരണ നമ്മൾ ഈ പെരത്തറയൊക്കെ വലിക്കുന്ന സമയത്ത് അതിന് തടസ്സമാകും, അത് ചെറിയ ചെറിയ അവിടെ നിൽക്കുന്ന മരങ്ങൾ മാറ്റിയിടും. അത് കൈകൊണ്ട് പറിച്ചു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് JCBയുടെ തുമ്പിക്ക ഉപയോഗിച്ചുകൊണ്ട് പിഴുത് മാറ്റി തൊട്ടപ്പുറത്ത് ഇട്ടു എന്ന കുറ്റം മാത്രമാണ് അജീഷ് ചെയ്തിട്ടുള്ളൂ. അത് കശുമാവ് ഉൾപ്പെടെയുള്ള സാധാരണ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് രാഹുൽ. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അനീതി നടന്നിട്ട് ഇത് എന്തുകൊണ്ട് 5 വർഷം വൈകി എന്നുള്ളത് എനിക്കിനിയും ബോധ്യമാവുന്നില്ല. അത് ഒരു ദിവസം പോലും ആ JCB അവിടെ കിടക്കാൻ പാടുള്ളതല്ല. ഇനി ഒരു ദിവസം ഈ അജീഷിന്റെ നല്ല മനസ്സുകൊണ്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് അവിടെ കൊണ്ടിട്ടു. അത് നിയമപരമായ ഒരു ഫോർമാലിറ്റി പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. 5 വർഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എടുത്തത്. സർക്കാരിലേക്ക് വിറക് ലഭ്യമാക്കുന്ന പാഴ്ത്തടി അവിടെ മുറിച്ചു മാന്തിയിട്ടു എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരനെതിരെയുള്ള കുറ്റം. നോക്കൂ, പണ്ട് ഈ 100 സിംഹാസനങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ മറുഭാഗത്ത് ആരോപണ വിധേയനായി ഒരു നായാടി ഇരിക്കുമ്പോൾ തന്നെ നീതികേട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ മനുഷ്യൻ അറിയില്ല, അയാൾക്കെതിരെയുള്ള കേസ്, വകുപ്പ്, ഇതിനെക്കുറിച്ചൊന്നും ബോധ്യമില്ല. ഒരു JCB ഓപ്പറേറ്ററായ ഒരു മനുഷ്യൻ, അയാളുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി അയാൾ കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു JCB 5 വർഷമായി ഈ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ട്, അനീതി കൊണ്ട്, മനുഷ്യത്വമില്ലായ്മ കൊണ്ട്, സാമൂഹിക നീതി ബോധമില്ലായ്മ കൊണ്ട് അവിടെ ആ ഫോറസ്റ്റ് ഓഫീസിൽ കിടക്കുകയാണ്. ആര് ഉത്തരവാദിത്വം പറയും? ആര് ഉത്തരവാദിത്വം എടുക്കും? ഇവിടെ പാർട്ടിയും സംവിധാനങ്ങളും കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നില്ലേ? CPM എന്ന് പറയുന്ന പാർട്ടിയല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്? അവിടെ ഇടതുമുന്നണിയുടെ മന്ത്രിയായിരുന്നില്ലേ വനംവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്? അവിടെ ആരും ഇടപെട്ടില്ലല്ലോ. ഇപ്പോൾ ഇത് വീണ്ടും UDFന്റെ കാലം എത്തുന്ന സമയത്ത് വീണ്ടും അത് വിവാദമാവുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടി എന്താണ്? ഇപ്പോഴെങ്കിലും അജീഷിന് നീതി കിട്ടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 700 രൂപയുടെ, പരമാവധി 700 രൂപയുടെ വിറക് നഷ്ടമായ കേസിൽ 40 ലക്ഷം രൂപയോളം വില വരുന്ന JCB, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ JCB അവിടെ കിടന്ന് 5 വർഷമായി തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇന്നലെ ആ മനുഷ്യൻ നിവൃത്തികേട് കൊണ്ടാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. അതിനെ ഷോ എന്ന് കരുതി അധിക്ഷേപിക്കരുത് സാർ. ഇപ്പോഴും മന്ത്രി ഷിബു ബേബി ജോണിൽ നമുക്ക് വിശ്വാസമുണ്ട്. വനംവകുപ്പിലെ ചില നല്ലവരായ ഉദ്യോഗസ്ഥരിൽ വിശ്വാസമുണ്ട്. ഇതൊരു സാമൂഹിക നീതിയുടെ കൂടെ വിഷയമാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനോടാണെന്ന് പറയേണ്ടി വരും. നിർഭാഗ്യകരമാണ് കാര്യം.